നിലമ്പൂരിൽ വോട്ടെടുപ്പ് കഴിഞ്ഞു. ഫലം 23-ന് വരും. രാഷ്ട്രീയ പാർട്ടികൾ കണക്കെടുപ്പ് തുടങ്ങിയിട്ടുണ്ട്. എത്ര വോട്ടിന് വിജയിക്കും എന്നതാണ് കണക്കെടുപ്പ്. ഓരോ ബൂത്തിലും എത്ര വോട്ട് മുന്നണിക്ക് രാഷ്ട്രീയ പാർട്ടിക്ക് ലഭിച്ചു എന്ന കണക്കുകൾ വെച്ചുള്ള വിശദമായ പരിശോധന. 75.27% പോളിംഗ് എന്ന് വെച്ചാൽ ഏകദേശം 1,74,288 വോട്ടുകൾ പോൾ ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. 2,32,381 ആകെ വോട്ടർമാർ. 75.27% പോൾ ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ 1,75,000 ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് നിലമ്പൂരിൽ. ഇതിൽ എത്ര വോട്ട് കിട്ടിയാൽ ആര് ജയിക്കും, എത്ര വോട്ടാണ് ലഭിച്ചിരിക്കുന്നത് എന്ന കണക്കുകളാണ് ഇപ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ശേഖരിച്ച് തുടങ്ങിയിട്ടുള്ളത്. CPIMന്റെ കണക്ക്, ഏകദേശ കണക്ക് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്ത് യോഗം ചേരുകയാണ്. നിലമ്പൂർ തന്നെയാകും പ്രധാനപ്പെട്ട അജണ്ട. ഓരോ ബൂത്തുകളിൽ നിന്ന് ലഭിച്ച കണക്കുകൾ വെച്ച് മണ്ഡലം കമ്മിറ്റി ഒരു കണക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് സമർപ്പിച്ചിട്ടുണ്ടാകും. സ്ഥാനാർത്ഥിയായ M. സ്വരാജും സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിലമ്പൂർ മണ്ഡലത്തിലെ ഇലക്ഷൻ പ്രവർത്തനങ്ങളും ലഭിക്കാനിടയുള്ള വോട്ടുകളും ജയസാധ്യതയും വിശദമായി CPIM പരിശോധിക്കുക തന്നെ ചെയ്യും. അതിനുശേഷം CPIM നേതാക്കൾ മാധ്യമങ്ങളെ കാണാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു കണക്ക്, CPIMന്റെ കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. അത് പ്രകാരം 2000 വോട്ടിന് എങ്കിലും M. സ്വരാജ് ജയിക്കണം എന്നാണ് CPIMന്റെ കണക്കുകൂട്ടൽ. 2000 വോട്ടിന് എങ്കിലും, കൃത്യം പറഞ്ഞാൽ 80,233 വോട്ട് M. സ്വരാജിന് ലഭിക്കും എന്നാണ് CPIMന്റെ കണക്കുകൂട്ടൽ. 80,233 വോട്ട്, അത് മൊത്തം പോൾ ചെയ്തതിന്റെ 46% വരും. ആര്യാടൻ ഷൗക്കത്തിന് ലഭിക്കുന്ന വോട്ട് 78,595 78,595 വോട്ട്. നേരിയ ലീഡ് M. സ്വരാജിന് കിട്ടും എന്നാണ് ലഭിച്ചിരിക്കുന്ന, താഴെത്തട്ടിൽ നിന്ന് CPIMന് ലഭിച്ചിരിക്കുന്ന കണക്ക് എന്നാണ് പുറത്തു വരുന്ന സൂചനകൾ. മോഹൻ ജോർജ് BJP സ്ഥാനാർത്ഥി, അദ്ദേഹമാണ് 3-ാം സ്ഥാനത്ത് വരിക എന്നാണ് CPIMന്റെ കണക്ക്. 8,335 വോട്ടുകൾ മോഹൻ ജോർജ് നേടും. 8,335 വോട്ടുകൾ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വെച്ച് നോക്കുമ്പോൾ BJPക്ക് ലഭിച്ച വോട്ടുകൾ പരിശോധിക്കുമ്പോൾ നേരിയ ഒരു മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് CPIMന്റെ കണക്ക്. PV അൻവർ ആയിരിക്കും 4-ാം സ്ഥാനത്ത് വരിക എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. 5,120 വോട്ടുകൾ മാത്രമേ PV അൻവറിന് നേടാൻ കഴിയുകയുള്ളൂ എന്നാണ്. അത് എത്രമാത്രം ശരിയാണ് എന്നതിൽ എനിക്ക് വ്യക്തിപരമായി സംശയമുണ്ട്. കാരണം 9 വർഷക്കാലം MLA ആയ വ്യക്തിയാണ്. നല്ല ബന്ധങ്ങൾ മണ്ഡലത്തിൽ ഉണ്ട്. അതിൽ നല്ല ബന്ധം CPIM കേഡർമാരുമായിട്ടാണ് എന്നതുകൊണ്ട് തന്നെ അതിലധികം വോട്ട് PV അൻവർ നേടാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതോടൊപ്പം PV അൻവറിന് ലഭിക്കാനിടയുള്ള വോട്ടുകളിൽ നല്ല വോട്ട് CPM വോട്ടായിരിക്കും എന്നതും ഏതാണ്ട് ഉറപ്പാണ്. അത് എത്ര എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ. ഈ കണക്ക് PV അൻവറിന് CPIM കണക്ക് കൂട്ടിയിരിക്കുന്ന ഈ കണക്ക് ശരിയാണോ എന്നറിയില്ല. 5,120 വോട്ടാണ് CPIM കണക്ക് കൂട്ടിയിരിക്കുന്നത്. ഓരോ പഞ്ചായത്തുകളിലും അതോടൊപ്പം തന്നെ നഗരസഭയിലും ഓരോ മുന്നണിക്കും ലഭിക്കുന്ന വോട്ട് എത്രയായിരിക്കും എന്ന കണക്ക് കൂടി CPIM ശേഖരിച്ചിട്ടുണ്ട്. അതുപ്രകാരം 3 പഞ്ചായത്തിലും അതോടൊപ്പം തന്നെ നഗരസഭ LDFനായിരിക്കും നേട്ടമുണ്ടാവുക. അത് കൃത്യം എത്ര എന്ന കണക്ക് കൂടി CPIM ശേഖരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 4 പഞ്ചായത്തുകളിൽ UDFും മേൽക്കൈ നേടും എന്നാണ് CPIMന്റെ കണക്ക്. ഇതിപ്പോൾ LDFന് മേൽക്കൈ നേടുന്ന പഞ്ചായത്തുകൾ, പോത്തുകാൽ പഞ്ചായത്ത് 1000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാകും. കരുളായി പഞ്ചായത്തിൽ 1,367 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാകും. അമരമ്പലം പഞ്ചായത്തിൽ 1,244 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാകും. നിലമ്പൂർ നഗരസഭയിൽ 1,007 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാകും. ഇതാണ് CPIMന്റെ കണക്ക്. പോത്തുകാൽ 1000 വോട്ട്, കരുളായി 1,367 വോട്ട്, അമരമ്പലം 1,244 വോട്ട്, നിലമ്പൂർ നഗരസഭയിൽ 1,007 വോട്ട്. ഇതാണ് CPIM LDF മുന്നേറ്റം ഉണ്ടാക്കാൻ ഇടയുള്ള പഞ്ചായത്തുകളും നഗരസഭയും. അതോടൊപ്പം തന്നെ UDF വഴിക്കടവ് പഞ്ചായത്തിൽ 1000 വോട്ടുകളിലേറെ
ഭൂരിപക്ഷം നേടാൻ കഴിയും UDF-ന് എന്നാണ് CPIM കണക്കുകൂട്ടുന്നത്. കാരണം വഴിക്കടവ് പഞ്ചായത്ത് UDF-ന്റെ ശക്തി കേന്ദ്രമാണ് എന്നതുകൊണ്ട് തന്നെ മുത്തേടം പഞ്ചായത്തിൽ 823 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് UDF-ന് നേടാൻ കഴിയുക എന്നും എടക്കരയിൽ അത് 338 വോട്ടുകൾ മാത്രമായിരിക്കും നേടാൻ കഴിയുക എന്നും ചുങ്കത്തറയിൽ 694 വോട്ടിന്റെ ഭൂരിപക്ഷം അത്രമാത്രമാണ് UDF സ്ഥാനാർത്ഥിക്ക് നേടാൻ കഴിയുകയുള്ളൂ എന്നുമാണ് CPIM-ന്റെ കണക്കുകൂട്ടൽ. ഇതെല്ലാം ശേഖരിച്ച് കണക്ക് കൂട്ടിയതിനു ശേഷമാണ് M സ്വരാജിന് 80,233 വോട്ട് ലഭിക്കുമെന്നും 1,638 വോട്ടിന്റെ ഭൂരിപക്ഷം ഏകദേശം 2000 വോട്ടിന്റെ ഭൂരിപക്ഷം M സ്വരാജിന് ഉണ്ടാകുമെന്നും CPIM കണക്ക് കൂട്ടുന്നത്. ആര്യാടൻ ഷൗക്കത്തിന് ലഭിക്കുക 78,595 വോട്ടാണ്. 78,595. മോഹൻ ജോർജിന് BJP സ്ഥാനാർത്ഥിക്ക് ലഭിക്കുക 8,335 വോട്ട്. PV അൻവറിന് ലഭിക്കുക 5,120 വോട്ട്. M സ്വരാജ് 1,638 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചു വരാൻ സാധ്യതയുണ്ട്. നേരിയ ഭൂരിപക്ഷമാണ് പ്രവചിക്കുന്നത്. ജയിക്കും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് CPIM നേതാക്കളും പ്രവർത്തകരും. അത്രമാത്രം കഠിനാധ്വാനം അവർ അവിടെ ചെയ്തിട്ടുണ്ട്. അത്രമാത്രം സിസ്റ്റമാറ്റിക്കായ ചിട്ടയായ പ്രവർത്തനമാണ് CPIM നടത്തിയിരിക്കുന്നത് എന്നതാണ് CPIM-ന്റെ കണക്കുകൂട്ടൽ. അതോടൊപ്പം M സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം വലിയ തോതിൽ യുവാക്കൾക്കിടയിൽ തരംഗമായി മാറിയിട്ടുണ്ട്. അതിൻ്റെ ഗുണം LDF-ന് ലഭിക്കും. അതേപോലെ തന്നെ ഭരണവിരുദ്ധ വികാരം വലിയ തോതിൽ മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല എന്നും CPIM വിലയിരുത്തുന്നു. മണ്ഡലത്തിൽ UDF ഉയർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിച്ച എല്ലാ പ്രശ്നങ്ങളും അത് കവർ ചെയ്യാനും അതിനെ മറികടക്കാനും അത് LDF-ന് നേട്ടമാക്കി മാറ്റാനും കഴിഞ്ഞു എന്നാണ് CPIM-ന്റെ വിലയിരുത്തൽ. അതിൽ പ്രധാനമായും പെൻഷൻ പ്രശ്നം, ലൈഫ് മിഷൻ പ്രശ്നം, അതോടൊപ്പം തന്നെ അൻവറുമായി ഉണ്ടായ UDF തർക്കം, ഇതെല്ലാം ഒരു പരിധിവരെ LDF-ന് അനുകൂലമായി മാറിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇലക്ഷൻ അജണ്ട നിശ്ചയിക്കുന്നതിൽ UDF അമ്പേ പരാജയപ്പെട്ടു പ്രതിപക്ഷത്ത് ഇരുന്നിട്ട് പോലും എന്നതാണ് CPIM-ന്റെ കണക്കുകൂട്ടൽ. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, നിലമ്പൂർ മണ്ഡലം ഒരു LDF മണ്ഡലമല്ല. UDF-ന് നല്ല സാധ്യതയുള്ള മേൽക്കോയ്മയുള്ള മണ്ഡലം തന്നെയാണ്. ആ മണ്ഡലത്തിൽ നേരിയ വോട്ടിനെങ്കിലും വിജയിച്ച് വന്നാൽ അത് LDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയം തന്നെയാണ്, വൻ ഭൂരിപക്ഷത്തിൻ്റെ വിജയം തന്നെയാണ്. എന്നാൽ അങ്ങനെ സംഭവിക്കില്ല. 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് എങ്കിലും UDF ജയിക്കും എന്നാണ് UDF നേതാക്കൾ ഇപ്പോഴും പറയുന്നത്. അവർ ആദ്യം മുതൽ പറഞ്ഞു വന്നത് 25,000-ആണ്. പിന്നീട് അത് 15,000-ആയി ചുരുങ്ങിയിട്ടുണ്ട്. എങ്കിലും ജയിക്കും എന്ന ഉറച്ച വിശ്വാസമാണ് UDF നേതാക്കൾക്കുള്ളത്. UDF-ന്റെ കണക്കുകളും വിലയിരുത്തലുകളും തൊട്ടുപിറകെ വരും.